എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വരയ്ക്കുന്നത് ഈ ഒരു മയിലിനെയാണ്. ഇതെന്നോട് വളരെ നേരത്തെ ആവശ്യപ്പെട്ടൊരു ചിത്രമാണ് കമൻറ്റിൽ. പക്ഷെ അത് പീലി വിടർത്തി ആടുന്ന മയിലിനെയാണ് പറഞ്ഞത്. എനിക്ക് അത്ര ഒരു നല്ല ചിത്രം, ഒരു ഫോട്ടോ കിട്ടിയില്ല. കിട്ടിയ ചിത്രത്തിൽ അത്ര ഒരു ഭംഗി തോന്നിയില്ല. എല്ലാ പീലിയും വിടർത്തി നിൽക്കുന്ന ഒരു നല്ല മയിലിനെ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ചിത്രം തിരഞ്ഞെടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് ഇതിൻ്റെ തല കണ്ടോ, ഈ ഒരു ഭാഗം വരയ്ക്കുക. പിന്നീട് ഈ കഴുത്ത് എങ്ങനെയാണ് വരുന്നത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ വന്നിട്ട് പിന്നെന്താണ് ഈ ബോഡി, ഈ ഭാഗം. ഇതൊക്കെ ചിത്രകലയിലെ ബ്ലോക്കിംഗ് മെത്തേഡ് നമ്മുടെ ഒരു ശൈലി കൂട്ടി നമ്മൾ പറയുകയാണ്. ഇത് വളരെ എളുപ്പം നമുക്ക് വരയ്ക്കാവുന്ന ഒന്നാണ്. കണ്ടോ? പിന്നീട് എന്താണ് ഇങ്ങനെ വന്നിട്ട് ഏകദേശം ഈ പകുതി കൊണ്ടുണ്ട്, ഈ പകുതി ഭാഗം കൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു മെത്തേഡ് പറയുമ്പോൾ ഏത് പോയിന്റിൽ നിന്ന് ഏത് പോയിന്റിലേക്ക് എന്നൊന്ന് കാണിച്ചു കൊടുക്കാനായില്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് ഇത് വരയ്ക്കേണ്ടത് എന്നൊരു അവ്യക്തത പലർക്കും ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇതിൻ്റെ പാതി എടുക്കുക ഇങ്ങനെയൊക്കെ പറയുന്നത്. അതിനുശേഷം തീട്ടോ ഇവിടെയും നമ്മൾ ഇതിൻ്റെ ഒരു പാതി ഇത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗം ഇവിടെ കിട്ടും. ഇതാണ് ഇതിൻ്റെ വരയ്ക്കേണ്ട രീതി. പിന്നെ നമുക്കിവിടെ ഇതിനെ അങ്ങ് മുഴുവനാക്കാം. അത് തന്നെ ഇതിൻ്റെ ഈ താഴേക്ക് വരുന്നത് ഇവിടെ വരെ. നോക്കുക, ഞാൻ വളരെ പതിയാണ് വരയ്ക്കുന്നത്. ഈ ഭാഗം ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബാക്കി ഈ ഭാഗത്ത് നമുക്ക് ഡബിൾ ലൈൻ ആക്കാം. നോക്കൂ, ഇവിടെ നിന്ന് മുകളിലേക്ക് വന്ന് അകത്തേക്ക് വന്ന് നോക്കൂ. ഈ വാലിൻ്റെ നീളം നമുക്ക് താഴേക്ക് കൊണ്ടുപോകാം. കേട്ടോ, ഇങ്ങനെയാണ് നിൽക്കുന്നത്. മയിലിൻ്റെ ചുണ്ട് ഇവിടെ വരും. തലയിലെ പീലി ഇവിടെ വരും. തലയിലെ പൂവല്ലേ, അതിവിടെ വരും. കണ്ണിൻ്റെ ഭാഗം ഇവിടെയാണ് അടയാളപ്പെടുത്തി. ഇതിൻ്റെ കാല് അതിവിടെ ഇങ്ങനെ വരും. ഒരു പാറയുടെ മുകളിലാണ്. നമുക്ക് കുറച്ച് മാറ്റി വരയ്ക്കാം. നമ്മുടേതായ ഒരു ശൈലി കൂടെ കയറ്റിക്കൊണ്ട് നമുക്ക് പല ചിത്രങ്ങൾ വരയ്ക്കാനാവണം. അതുപോലെ തന്നെ ചെയ്ത് വെക്കേണ്ട നമ്മുടെ ഒരു ശൈലി നമുക്ക് ചിത്രങ്ങൾ കൊണ്ടുവരാനാവുമ്പോഴാണ് ചിത്രത്തിന് ഭംഗി വരുന്നത്. അല്ലാതെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു സ്ട്രക്ചറിൽ നിൽക്കുക എന്നുള്ളതല്ല ചിത്രീകരണം. ഓരോ ചിത്രകാരൻ്റെയും ഭാവനയിൽ വിരിയുന്ന പുതു രൂപങ്ങളാവണം നമ്മുടെ ആസ്വാദനത്തിലേക്ക് വിട്ടുതരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ചിത്രകാരന് പ്രസക്തി ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു ഫോട്ടോ എടുത്തപ്പോഴേക്കും പല കാര്യങ്ങളും ഇവിടെയൊക്കെ നമുക്ക് വീണ്ടും ഷേപ്പ് ചെയ്യാൻ കണ്ടോ. അപ്പോൾ ചിത്രത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ ഞാനിത് പതിയെ ഒന്ന് പോസ് ചെയ്തിട്ട് ഞാനൊന്ന് ഇറേസ് ചെയ്യാം. നിങ്ങൾ ഈ ഔട്ട്ലൈൻ കണ്ടല്ലോ. നോക്കുക, ഞാൻ എന്നെ ചെറുതായിട്ടൊന്ന് ഇറേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇറേസ് ചെയ്യുന്ന ഭാഗം മാത്രമാണ് ഞാൻ നിങ്ങളെ കാണിക്കാത്തത്. കാരണം അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇറേസ് ചെയ്യാൻ ആരും പഠിപ്പിച്ചു തരേണ്ടതല്ല, അല്ലേ? അപ്പോൾ അത് ഇറേസ് ചെയ്തു. എന്നിട്ട് ഞാൻ വീണ്ടും പതിയെ നമ്മൾ കണ്ട ഭാഗം ചുണ്ടൊക്കെ എങ്ങനെയാണെന്ന് നോക്കണം. കൂർത്ത ചുണ്ടാണ്, കണ്ടോ, ഇങ്ങനെ വരയ്ക്കുക. ഇത് വീണ്ടും സ്കെച്ച് ഫിനിഷിംഗ് ലൈന് വരുമ്പോൾ കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ 3 സ്റ്റെപ്പിലാണ് ഒരു ചിത്രം നമ്മൾ ശരിയാക്കേണ്ടത്. നോക്കൂ, ഈ ഭാഗം വരയ്ക്കുക. നോക്കൂ, ഇതിനേക്കാൾ കുറച്ച് മുന്നോട്ട് നിൽക്കണം. അപ്പോൾ നമ്മൾ സ്കെച്ചിങ്ങിനുള്ള ചെറിയ വ്യത്യാസം വന്ന് ഇങ്ങനെ പതിയെ ബ്ലോക്ക് ചെയ്ത് കൊണ്ടുവന്നു പതിയെടുത്താൽ മതി. ഇത് സ്കെച്ചിങ് ആണ്. ഫിനിഷിംഗ് ലൈൻ വരുമ്പോൾ നമ്മൾ ഇതിനെ വീണ്ടും കറക്റ്റ് ചെയ്ത് ഒറ്റ വരയിലേക്കാക്കി വരയ്ക്കുന്നതായിരിക്കും. നമ്മൾ പറഞ്ഞ പോലെ മാനത്ത് മഴ കറുക്കുമ്പോൾ, മഴമേഘം കൂട് കൂട്ടുമ്പോൾ താഴെ തൻ്റെ മനോഹരമായ പീലികൾ വിടർത്തി ആൺമയിലാടുന്നത്. ഇതാര് പറഞ്ഞിട്ടാണ്? ഏത് വികാരമാണ് അതിനെ ഇത്ര മനോഹരമായൊരു മയിലാട്ടത്തിലേക്ക് കൊണ്ടുചെല്ലുന്നത്? എവിടേക്കോ അദൃശ്യമായ പ്രണയ പരാഗങ്ങൾ പറന്ന് ഒരു പൂമ്പടിയിലെന്ന പോലെ നമ്മളിൽ പറ്റിച്ചേരുന്നുണ്ട്. അപ്പോൾ നമ്മളിതിനെ അറിയുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രപഞ്ചം പ്രണയമാണെന്ന് പറയുന്നത്.
നമ്മൾ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ മാംസത്തിലൂന്നിയ മാംസനിബദ്ധമായ ഒരു അനുരാഗഭാവത്തെ മാത്രമല്ല, പ്രണയം വളരെ ഹൃദയത്തിൽ തട്ടിയ, ഹൃദയത്തിൻ്റെ ആഴങ്ങളെ അറിയുന്ന ഒരു മനോഹരമായ വികാരം തന്നെയാണല്ലേ. ആ പ്രണയമേറ്റാണ് ഒരു പൂ വിരിയുന്നത് നമ്മൾ പറയും. ആ പ്രണയം അറിഞ്ഞാണ് പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും നിലനിൽക്കുന്നത്. അപ്പോൾ എനിക്കെപ്പോഴും പറയാനുള്ളത് പ്രണയത്തിലുണ്ട്, വിശ്വപ്രേമം എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ ആവണമെന്ന് പലപ്പോഴും ജീവിതത്തിൽ ആഗ്രഹിക്കാറുമുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു ചെറിയ കിളിയെപ്പോലും മരത്തിൽ കണ്ടാൽ അതവിടെ നിന്ന് കാണിക്കുന്ന ഓരോന്നും ഇങ്ങനെ കൗതുകത്തോടെ കണ്ടുകൊണ്ടിരിക്കും. പലപ്പോഴും ഒരു വല്ലാത്ത നിറമാണതിന്. നമ്മൾ പ്രപഞ്ചത്തിനൊന്ന് ആസ്വദിച്ച് തുടങ്ങിയാൽ നമുക്കൊരിക്കലും മടുക്കില്ല ജീവിതം. നമുക്കങ്ങനെ പോവാം. നോക്കൂ, ഇത്രയും പതിയെ ഞാനിത് ചെയ്തു, ഒരു എഡിറ്റിംഗ് ഇല്ല. ഇവിടെ വന്നതൊക്കെ നിങ്ങൾ കാണുകയാണ്. ഇത്രയും പീലി കണ്ണുകൾ നമ്മളിവിടെ വരയ്ക്കില്ല, കാരണം നമ്മുടെ സമയം അത് അനുവദിക്കുകയില്ല. എന്നാലും ലളിതമായിട്ട് എങ്ങനെയാണ് വരച്ച് പഠിക്കേണ്ടവരത് സ്വീകരിക്കേണ്ട വിധം ഞാനൊന്ന് പറഞ്ഞു തരും, അങ്ങനെ മാത്രം. വേറൊരു കാര്യം, ഒരിക്കലും നമുക്ക് ഒരാളെയും അനുകരിക്കാനില്ല. ഞാൻ വരയ്ക്കുന്നത് എൻ്റെ ഒരു ശൈലി മാത്രമാണ്. ഇതിനേക്കാൾ മനോഹരമായോ ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ട രീതിയിലോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിത്രം വരയ്ക്കാനാവണം. നമ്മൾ പലപ്പോഴും ഒരാൾ വരയ്ക്കുന്നത് കണ്ടാൽ മതി, ആ രീതിയെ മാത്രം കണ്ടാൽ മതി. അവരുടെ ശൈലിയെ നമ്മൾ ഒരു കാര്യത്തിലും ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല. നോക്കുക, ഇതൊരു ഫൈൻ ലൈൻ അല്ല, ഞാൻ സെക്കൻഡ് ലൈനാണ് ചെയ്തത്. മൂന്നാമത്തെ വരിയിലാണ് നമ്മൾ ഫൈനൽ ചെയ്യുന്നത്. ഇവിടെ ഞാൻ ആ പീലി കണ്ണിനെ വളരെ പതിയെ ഒന്ന് വരയ്ക്കാം. നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. നേരെ വെച്ച് ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ അതല്ലാതെ തന്നെ ഓരോ ഭാഗവും എടുത്തു വരയ്ക്കും. ഇവിടെ നമ്മൾ ആകെയാണ് കാണുന്നത് മൊത്തമായി. അപ്പോൾ നമ്മൾ ഒന്ന് തോന്നിപ്പിച്ചാൽ മതിയാവും. നമ്മൾ പലപ്പോഴും വരയ്ക്കുമ്പോൾ സൗന്ദര്യം എന്ന വാക്ക് എടുത്തെടുത്ത് പറയാറുണ്ട്. ബാഹ്യമായൊരു കാഴ്ചപ്പാട് മാത്രമാണ് സൗന്ദര്യമെന്ന് നമ്മൾ കരുതാറില്ലാരും, അല്ലേ? അത് നമ്മളുടെ പ്രതികരണങ്ങളാവട്ടെ, നമ്മൾ ഒരാളോട് ഇടപെടുന്ന രീതിയാവട്ടെ, നമ്മൾ കടന്നു പോയി കഴിഞ്ഞും ആൾക്കാരുടെ മുന്നിൽ നമ്മളെക്കുറിച്ചുണ്ടാകുന്നൊരു ഭാവം, ചിന്ത, അതിലൊക്കെയും സൗന്ദര്യം ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ ഭാഷ, നമ്മളൊരാളെ വിമർശിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു തമാശ പറഞ്ഞാൽ പോലും അവർക്ക് നോവാത്ത രീതിയിലാവണം. വ്യക്തിഹത്യ ചെയ്യാതിരിക്കുക എന്ന് നമ്മൾ പലപ്പോഴും പറയും. കാരണം നമ്മളോടൊരാൾ എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അങ്ങനെ തന്നെയാണല്ലോ നമ്മളും പെരുമാറേണ്ടത്. നമുക്ക് ഈ ലോകത്തുള്ള എല്ലാത്തിനെയും ഒന്നും ഇഷ്ടപ്പെടാനാവണമെന്നില്ല. ഒരു ബുഫേ സൽക്കാരത്തിന് പോകുന്ന പോലെയാണ്. നമുക്ക് വേണ്ടതിന് മാത്രം എടുക്കാനുള്ള അവകാശമുണ്ട്, വേണ്ടാത്തതിനെ കുറ്റം പറയാതിരിക്കാനുള്ള അവകാശവും നമുക്കുണ്ട്. അതുകൊണ്ട് ജീവിതം സമഗ്രമായ സൗന്ദര്യത്തെ തേടുമ്പോൾ നമ്മൾ നമ്മുടെ വാക്കിലും നോക്കിലും, എന്തിന് നമ്മുടെ മൗനത്തിൽ പോലും ഒരു മിതത്വവും സ്നേഹവും ഒക്കെ ഉണ്ടാവണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അവിടെയാണ് ജീവനകലയുടെ പ്രസക്തി. ഇതിൽ നിന്ന് നല്ല വ്യത്യാസമുണ്ട്. ഒരു മയിൽപ്പീലി ഞാൻ അല്ലാതെ നിങ്ങളെ വരച്ച് കാണിച്ചത്, ഒരു തണ്ട്. നമ്മൾ ടോട്ടൽ വരയ്ക്കുമ്പോൾ അങ്ങനെ ഈ ഒരു ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഓരോ ഡീറ്റെയിലും എടുത്തു കഴിഞ്ഞാൽ 1 മണിക്കൂറത്തെ വീഡിയോ കാണും, നിങ്ങളിത് പിന്നെ കാണുകയുമില്ല. അതുകൊണ്ട് എല്ലാം ആലോചിച്ചുകൊണ്ടാണ് ഞാൻ ഒരു തോന്നിപ്പിക്കൽ. പലപ്പോഴും നമ്മൾ മരങ്ങളും മനുഷ്യരൊക്കെ വരയ്ക്കുമ്പോൾ അതുപോലെ തന്നെയല്ല ഓരോ ചിത്രകാരനും ക്രിയേറ്റ് ചെയ്യുന്നത്, സൃഷ്ടിക്കുന്നത്. ഓരോ ചിത്രകാരനും അയാളുടെ ശൈലി ഉണ്ടാകും. ആ ശൈലി ഇഷ്ടപ്പെടാനാവുന്നവരുണ്ട്, ഇഷ്ടപ്പെടാതിരിക്കുന്നവരുമുണ്ട്. പക്ഷേ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെ നമുക്ക് സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനുള്ള നമുക്കുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. വ്യക്തിഹത്യ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇഷ്ടമില്ലാത്തടത്തൂടെ നമ്മൾ പോവണ്ട, ഇഷ്ടമില്ലാത്തതിന് സ്വീകരിക്കേണ്ട, ഇഷ്ടമില്ലാത്തതിന് ഉൾക്കൊള്ളുകയും നമ്മൾ വേണ്ട. പക്ഷേ നമ്മൾ പലപ്പോഴും ഓരോന്നിൻ്റെ ആത്മാവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടേക്ക് നിശബ്ദമായി നമ്മെ കാത്തിരിക്കുന്ന, നമ്മൾ കാണുന്ന, നമ്മുടെ കാഴ്ചപ്പാടുകൾ നിറയുന്നൊരു സൗന്ദര്യമുണ്ട്. അത് നമ്മൾ പ്രണയത്തോട് നോക്കിയാൽ മാത്രമേ കാണാനാവൂ.
ഇവിടെ നമ്മൾ പറയുന്നത് ഇത് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള കാലുഷ്യങ്ങളോ സങ്കടങ്ങളോ ഉണ്ടെങ്കിൽ പതിയെ പതിയെ ഒരു ഗാനം കേൾക്കും പോലെ അലിഞ്ഞ് ഒരു സുഖത്തിലേക്ക് പോകണം. നമ്മളും അതാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമ്മളൊരു സ്നേഹസല്ലാപത്തിലൂടെ ഈ ഒരു ചിത്രം പൂർത്തിയാക്കുകയാണ്. നോക്കുക, ഇങ്ങനെയാണ്. ഇനി ഇതിൽ നിന്ന് കുറച്ച് പീലിയുടെ ഭാഗങ്ങളെ നമുക്കൊന്ന് തോന്നിപ്പിക്കാം. കാലിൻ്റെ ഭാവമൊക്കെ നമുക്ക് നന്നായിട്ട് വരയ്ക്കാം. അത് ഫൈനൽ സ്റ്റേജിലാണ്. ഇത്രയും നിങ്ങൾ കണ്ടു എന്ന് കരുതുന്നു. ഇവിടെയൊക്കെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതെല്ലാം വരയ്ക്കുന്നത് ഒന്നുകൂടി ഇറേസ് ചെയ്തിട്ടൊരു ഫൈനൽ വർക്കായിട്ട് ചെയ്യുമ്പോഴാണ് കാണിക്കുന്നത്. നിങ്ങൾ കാത്തിരിക്കുക. ഞാൻ ഒന്നുകൂടി ഒന്ന് ഇറേസ് ചെയ്തിട്ട് ഇതിനെ ഒറ്റ വരയിൽ തീർത്ത് കാണിക്കാം. ഇനി ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ചുണ്ട് വരയ്ക്കുകയാണ്. നോക്കൂ, ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒറ്റ വരയിലാണ് വരയ്ക്കുന്നത്. പക്ഷേ ഞാനിവിടെയൊക്കെ വരയ്ക്കുന്നത് ഇങ്ങനെയൊക്കെ എൻ്റെ രീതിയിലൊരു ചെറിയ ഒരു വ്യത്യാസം വരും. അത് ചിത്രകലയുടെ ഒരു നമ്മൾ ചെയ്യുന്ന രീതി, നമ്മുടെ ശൈലിയാണത്. അതുപോലെ തന്നെ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ വരയ്ക്കാതെ ഒരു അല്പസ്വല്പം ചിത്രകാരൻ്റെ സ്വാതന്ത്ര്യവും നമ്മുടെ വിരലിലെ വിരുതുമൊക്കെ അവിടെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചിത്രത്തിനൊരു പ്രത്യേക ഭാവം വരും. ഈ വരകളൊക്കെ അങ്ങനെയാണ്. ഇടയ്ക്ക് ആ തോലുകൾ പോലെയൊക്കെ ഒന്ന് വരയ്ക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വരച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരും. ഒറ്റ വരയാണ്. പിന്നെ നമ്മൾ ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വന്നിട്ട് കണ്ടു. ഇങ്ങനെ കണ്ണ് വരയ്ക്കുമ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ വളരെ ചെറുതായിട്ട് കുറച്ച് ഭാവങ്ങൾ ഇങ്ങനെ കൊടുക്കാം, കുറച്ച് ടോണുകൾ. ഇവിടെ ഒരു ചെറിയ ഷെയ്ഡുണ്ട്. ഞാനിവിടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്തു. കാരണം ഇത് ഉള്ളിലെ ഭാഗമാണ്, കഴുത്തിനടിയിലെ ഭാഗങ്ങളുടെ ലൈറ്റ് കുറവാണ്. അതുകൊണ്ട് നമ്മൾ അതിനുശേഷം തലയിൽ ഈ ഒരു പൂവ്, അല്ലേ, എന്ത് പേരാണ് പറയുന്നത് എനിക്കറിയില്ല, വരച്ചു. ഇവിടെയും നമ്മളിങ്ങനെ ചെറുതായിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ കൊടുക്കുക, കംപ്ലീറ്റ് കൊടുക്കരുത്. അതപ്പോഴും ഒരു പുള്ളിപ്പടം പോലെ ആയിപ്പോകും. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിനെ കൊടുക്കുക. അതുകൊണ്ടാണ് ചിത്രകാരൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമ്മൾ കാണുന്നത് അതുപോലെ ചിത്രീകരിക്കാൻ നമുക്കാവില്ല. പ്രശസ്തരായ ചിത്രകാരന്മാർക്കൊക്കെ അവരുടെ ഒരു ശൈലിയുണ്ട്, അല്ലെങ്കിൽ ആ ശൈലിയെ നമ്മൾ കണ്ട് സ്വീകരിച്ചതാണ്. അതുപോലെ നമ്മുടെ ചില ശൈലികളെ നമുക്കിവിടെ കൊണ്ടുവരാം. നമുക്ക് കണ്ടോ, ഇങ്ങനെ വരച്ചു. നമ്മളിങ്ങനെ ഒന്ന് വരച്ചാൽ മാത്രം മതിയാവും. ഇത് കണ്ടോ, ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഓരോ പീരിയും വന്ന് നിൽക്കുന്നത് നമുക്ക് ചെറുതായിട്ട് തോന്നും. ഇത് മുഴുവൻ നമുക്ക് വരയ്ക്കാനാവില്ല, നമുക്കതിന് സമയം കിട്ടുകയുമില്ല. നോക്കുക, ഇവിടെയൊക്കെ നമുക്ക് ഡാർക്ക് കൊടുക്കാം. പിന്നീട് നമുക്ക് ഇങ്ങനെ കൊടുക്കാം, ഭംഗിയായിരിക്കും കാണാൻ.
അപ്പോൾ നമ്മുടെ വരയുടെ ഒഴുക്കാണ് ഇങ്ങനെ കാണേണ്ടത്. നമുക്ക് ഇങ്ങനെ വരച്ചു. കണ്ടോ? ശരിക്കും പ്രകൃതിയിൽ ഈ ഒരു ആൺമയിൽ എന്തൊരു ഭംഗിയാണല്ലേ. അത് ഇണയെ ആകർഷിക്കാനാണ് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ ആവാം. പെൺമയിലിന് ആൺമയിലിനെ പോലെ അത്ര ബാഹ്യ സൗന്ദര്യം പോലെ, കാര്യം വാലിലൊന്നും അത്ര നീളമോ ഇത്ര പീലികളോ ഇല്ല. പക്ഷേ ഏതോ ഒരു ആകർഷണം അവളിലുണ്ട്. അതുകൊണ്ടാണ് ബാഹ്യമോടികളില്ലെങ്കിലും ബാഹ്യമോടികൾ ധാരാളമുള്ള ആൺമയിൽ പെണ്ണിൽ ആകൃഷ്ടരാകുന്നത്. ഇതൊക്കെ പ്രപഞ്ചത്തിൻ്റെ വലിയ രസതന്ത്രമാണ്. നമ്മൾ അറിയേണ്ടത് ഇങ്ങനെ ഓരോന്നിനെയും ഓരോ രീതിയിൽ ചേർത്ത് വച്ചിരിക്കുന്ന പ്രാപഞ്ചിക ഭാവങ്ങളെ നമ്മൾ എത്ര അത്ഭുതത്തോടെ ആദരവോടെയാണ് കാണേണ്ടത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ചിന്തയുടെ ഒന്ന് വിശകലനം ചെയ്താൽ നമ്മൾ അത്ഭുത പരതന്ത്രമായിട്ട് നിന്ന് പോകും. ഇത്രയും രസകരമാണ് ഈ പ്രപഞ്ചത്തിൽ ഓരോ ജീവശരീരങ്ങളും അവരിടപെടുന്നതും പെരുമാറുന്നതും. നമ്മൾ നമ്മുടെ മിഴികളെ പയ്യെ ഒന്ന് പുറത്തേക്ക് പായിക്കുക. അപ്പോഴും നമുക്കറിയാം എത്ര രസമാണ്. ഞാൻ മയിൽപ്പീലിയൊക്കെ വരയ്ക്കുന്ന രീതി പിന്നീട് ഈ വീഡിയോയിൽ സമയമുണ്ടെങ്കിൽ കാണിക്കാം, അല്ലെങ്കിൽ അടുത്ത ദിവസം സെപ്പറേറ്റ് എടുത്ത് കാണിക്കാം. അപ്പോൾ ഇത് തന്നെ ഞാൻ ഏറ്റവും ചെറുതായിട്ട്, അല്ലെങ്കിൽ വേറെ കുറച്ച് രീതി നമുക്ക് വരച്ച് നോക്കാം. പക്ഷെ അത് നിങ്ങളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ഇപ്പോഴും തന്നെ എനിക്ക് ടെൻഷനുണ്ട്, കാരണം ഇത് സമയമേറെ പോകരുത്. ഇത് ഞാൻ ചിത്രത്തിൽ നോക്കി അതുപോലെ ചെയ്യുകയല്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കാരണം നമുക്കിത് എളുപ്പം തീരാൻ വേണ്ടിയിട്ട് എളുപ്പം തീരുക എന്നതിലുപരി ഒരു ശൈലിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മയിൽപ്പീലികൾ വരയ്ക്കാനായിട്ട് ഇതിങ്ങനെ വരയ്ക്കാം. ഞാൻ ഈ വരച്ചത് മനസ്സിലായില്ലെങ്കിൽ പറയാം, നമുക്ക് അടുത്തൊരു ദിവസം വീണ്ടും അത് ഒന്നുകൂടെ കാണിക്കാം. അതല്ല, നിങ്ങൾക്ക് ഇതിനേക്കാൾ മനോഹരമായിട്ട് വരയ്ക്കാൻ പറ്റുന്നെങ്കിൽ വരച്ച് എനിക്ക് അയച്ചു തരിക. ഇപ്പോഴും ചിത്രം വരച്ച് അയച്ചു തരുന്ന ഓരോരുത്തരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹം അറിയിക്കുന്നത്. കാരണം ഒരു ചിത്രം വരയ്ക്കുമ്പോൾ എനിക്ക് അയച്ചു തരണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ, ആ ഒരു സ്നേഹമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഇവിടെ കാണാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. നമുക്ക് കണ്ടാലും കൊതിതീരാത്ത ഒന്നാണ് ചിത്രങ്ങൾ. എനിക്കങ്ങനെയാണ്. അതുകൊണ്ട് ആ ചിത്രങ്ങൾ ഞാൻ കാത്തിരിക്കുകയാണ്, നിങ്ങൾ വരയ്ക്കുക. നമുക്കറിയാവുന്നതുപോലെ അതിനൊരു അഭിപ്രായം പറയാം. അത്ര വലിയ ശരിതെറ്റുകൾ പറഞ്ഞു തരാനുള്ള ആളുമല്ല ഞാൻ, അത്ര അറിവൊന്നും നമുക്കില്ല. നിങ്ങളും ഒക്കെ പ്രപഞ്ചത്തിനൊരു കേട്ടെടുത്തുകാർ മാത്രമാണ്. അതറിഞ്ഞാൽ പിന്നെ യാതൊരു വിധത്തിൽ ഈഗോ നമുക്കില്ലല്ലോ. എന്തായാലും നിങ്ങൾ നിശ്ചയമായിട്ടും വരയ്ക്കുന്ന ചിത്രങ്ങൾ എനിക്ക് അയച്ചു തരിക. ഇപ്പോൾ തന്നെ കുറേ പേര് അയച്ചു തരുന്നുണ്ട്, കുറച്ച് പേരൊക്കെ വിളിക്കുന്നുണ്ട്, സന്തോഷം പങ്കുവെക്കുന്നു. മതി, ഈ ഒരു ചെറിയ ജീവിതത്തിൽ ഇതൊക്കെയല്ലേ നമുക്ക് നേടാനാവും. അതുപോലെ തന്നെ എൻ്റെ ഏതെങ്കിലും വർണ്ണനകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും പറയുക. നമുക്കൊരൊറ്റ മന്ത്രമേ ഉള്ളൂ, ഒരു സ്നേഹഭാഷ. ഈ പറയുന്ന പോലെ ലോക സമസ്ത സുഖിനോ ഭവന്തു, സമസ്ത ലോകങ്ങളും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്കാവും. ആ പ്രാർത്ഥനയാണ് നമ്മുടെ ഉള്ളിലെ തിരിയെ ഒരു വലിയ ജ്വാലയായി ജ്വലിപ്പിക്കുന്നത്. നമുക്ക് നമ്മുടെ സ്നേഹത്തിനെ ഇങ്ങനെ ഒരു വലിയ വെളിച്ചമായിട്ട് പുറത്തേക്ക് പടർത്തി വിടാനാവുന്നതും. നമ്മുടെ ഈ ചിത്രങ്ങൾ അവസാനം മിനുക്ക് പണിയിലേക്ക് കിടക്കുകയാണ്. ഞാനിതിനൊരു ഔട്ട്ലൈൻ കൊടുക്കണം, അല്ലെങ്കിൽ ചിതറി നിൽക്കുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ യോജിപ്പിച്ചിട്ട് കണ്ടു. ഇപ്പോഴൊരു ടോട്ടൽ ഔട്ട്ലൈൻ വന്നു. ഇവിടെ നമ്മളിങ്ങനെ ലയിപ്പിച്ച് വിടുകയാണ്, കംപ്ലീറ്റ് താഴേക്ക് വരയ്ക്കുന്നില്ല. കാരണം ഒന്ന്, അങ്ങനെ ഒരു ഭംഗിയുണ്ടാവും. രണ്ട്, നമ്മുടെ വിചാരിച്ച സമയത്ത് കരുതിയ സമയത്തുള്ളിൽ ചിത്രം തീർക്കാനാവും.
നിങ്ങൾക്ക് ഈ ഒരു മോഡൽ ഇത്രയും ഞാൻ വരച്ചതിൽ നിന്ന് നിങ്ങൾക്ക് ഓരോ പീലിയിൽ നിന്ന് വേർതിരിച്ചറിയാം എങ്ങനെയാണ് എളുപ്പത്തിൽ ആ ഒരു ഫീൽ ഉണ്ടാക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ ആവട്ടെ, നിങ്ങളത് വരയ്ക്കുക. ഞാൻ എത്രയും വേഗം ഈ ചിത്രം തീർക്കുന്നതാണ്. ബാക്കി ഇങ്ങനെ ചെറുതാക്കിയിട്ടുണ്ട്. ഇത്രയും വരച്ചു. ഇനി നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇവിടേക്കൊന്ന് ഡീറ്റെയിൽ കൊടുക്കണം. ഈ കാലിൻ്റെ ഭാഗം നന്നാക്കണം. അതിവിടെ ചിത്രത്തിൽ ശരിക്കും കാണാൻ പാടില്ലെങ്കിൽ ഞാനിങ്ങനെ വരച്ച് ചേർക്കുകയാണ്. അപ്പം ഈ ചിത്രം നമുക്ക് സമർപ്പിച്ച, എന്നോ ഈ ചിത്രം ക്യാമറയിൽ പകർത്തിയ ആ ഒരു വലിയ മനസ്സിന്, നമുക്ക് ഈ ഒരു ചിത്രം ഇവിടെ വരയ്ക്കാൻ കാരണമായ ആ വ്യക്തിത്വമാരോ അവർക്ക് അവരറിയുന്നില്ലെങ്കിലും നമ്മൾ നന്ദി അറിയിക്കുന്നു. എന്നെ ഇത്ര നേരം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ എൻ്റെ ഇഷ്ടമറിയിക്കുന്നു. ഈ പാറയ്ക്ക് നമുക്കൊരു ചെറിയ ഒരു ഡീറ്റെയിൽ കൊടുക്കാം. ഇത് ഈ ഒരു ചിത്രം മാത്രമല്ല, ഏത് ചിത്രവും അനായാസം വരയ്ക്കാനുള്ള ഒരു ടെക്നിക്കാണിത്. കേവലം ഒരു മയിലിനെ വരയ്ക്കുക എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. നമുക്ക് എങ്ങനെയുള്ള ചിത്രങ്ങൾ വന്നാലും, കഴിഞ്ഞ ക്ലാസ്സിൽ ആരോ ചോദിച്ചിട്ട് ഒരു ആനയെ വരയ്ക്കാം, തീർച്ചയായിട്ടും. അങ്ങനെ കുറച്ച് ചിത്രങ്ങൾ വരച്ചാൽ പിന്നെ നിങ്ങൾ തന്നെ വരയ്ക്കണം. അതിനുള്ള മാർഗം മാത്രമാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. ഇത്രയും മതിയല്ലേ? കൂടുതൽ വരച്ചാൽ നമ്മുടെ സമയം വീണ്ടും പോകും. ഇവിടെയൊക്കെ വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ശിഖരങ്ങളൊക്കെ വരച്ച് മനോഹരമാക്കാം. പക്ഷേ നമ്മുടെ സമയം പോകുന്നതുകൊണ്ട് ഞാൻ ഇത്ര വരയ്ക്കുന്നില്ല. അപ്പോൾ ഈ ചിത്രം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുകയാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട ഭാഗങ്ങൾ എടുക്കുക, അതുപോലെ വരയ്ക്കുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് അടുത്ത ചിത്രമായി വീണ്ടും വരാം. അതുവരേക്കും ഒരു നല്ല ദിനവും നല്ല രാത്രിയും നല്ല ജീവിതവും ആശംസിക്കുന്നു. ഹൃദയപൂർവ്വം സുധീർ കൃഷ്ണനാണ്. ഒരുപാട് ഇഷ്ടം.